നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. പ്രതീക്ഷയുടെ ഒരു പുതുവെളിച്ചം പോലെയാണ് UN രക്ഷാസമിതി ഒരു പ്രമേയം ഇന്നലെ പാസാക്കിയത്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയമാണ് UN രക്ഷാസമിതി അംഗീകരിച്ചത്. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ അടിയന്തരമായി നിർത്തണമെന്നുള്ള ആവശ്യമാണ് പ്രമേയം മുന്നോട്ട് വെച്ചത്. ഒപ്പം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിനുള്ള ഇറാൻ നീക്കങ്ങളെയും ഭീഷണികളെയും ഒക്കെ രക്ഷാസമിതി അപലപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘർഷ സാഹചര്യം ഇനി അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് ലോകം പോവുകയാണ്. ഇതോടൊപ്പം സംസ്ഥാനത്തേക്ക് വന്നാൽ, രാജ്യത്തേക്ക് തന്നെ വന്നാൽ ഈ പാചകവാതകത്തിൻ്റെ ലഭ്യതക്കുറവ് വലിയ ആശങ്കയായി മാറുകയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്കും ഒപ്പം തന്നെ വാണിജ്യ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ അത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലേക്ക് വന്നാലോ വലിയ പ്രതീക്ഷയോടെ മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ എല്ലാ മുന്നണികളിലും ഉള്ളത്. ചിലരൊക്കെ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ, അതിൽ ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്.